അപ്പൊ അതാണ് ഇൽമിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇവിടെ നടക്കുന്നില്ല. ആലിമുണ്ടാകുക എന്നുള്ളതും ഇവിടെ ഉണ്ടാവില്ല. ഈ സിസ്റ്റത്തിൽ പോയ ഒരാലിമും ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താ, കുട്ടികൾ കോളേജിൽ ചെല്ലുമ്പോഴത്തിന് കുട്ടികൾക്ക് സംഘടനാ പ്രവർത്തനം കൊടുത്തു. പിന്നെ കുട്ടികൾക്ക് ഒഴിവില്ല. കുട്ടികൾക്ക് എന്നും പണിയാ, പോസ്റ്റ് ഒട്ടിക്കൽ തന്നെ പണി. അപ്പോൾ അങ്ങോട്ട് മീറ്റിംഗ്, ഇങ്ങോട്ട് മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, അവിടെ മീറ്റിംഗ്. ഒറ്റ ചെറിയ ഇന്ന് പഠിക്കാൻ 10 ആളെങ്കിലും ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജാമ്യയിൽ ഹിന്ദ് ഉണ്ടാക്കിയപ്പോൾ അവിടെയും പോസ്റ്റ് ഒട്ടിക്കൽ തന്നെ, അവിടെയും MSM തന്നെ. ചെറുതൊരവസ്ഥയാലോചിക്കുന്നത് അവൻ ആളുകളെ മസൂലാക്കുക. എല്ലാവർക്കും, പണ്ഡിതന്മാർക്കും ഒഴിവില്ല, പ്രവർത്തകർക്കും ഒഴിവില്ല, എല്ലാവർക്കും എന്നിട്ടോ ചെറുതിയല്ല ഉണ്ടോ? അതിന് മാറ്റം വരുന്നില്ല. ഒരു കൊല്ലം നമ്മൾ മുന്നോട്ട് പോയിട്ടും എന്ത് മാറ്റം വന്നു? മാറ്റം വരുത്താൻ താല്പര്യമില്ല പലർക്കും. ഇപ്പൊ നമ്മൾ ഈ സ്ട്രോങ് തന്നെ പോണം, എന്നാ പള്ളി മദ്രസയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ എന്നാണ്. മനസ്സിലായില്ലേ? ആ രീതിയാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയൊക്കെയോ ഞെട്ടിക്കാനും ആരെയൊക്കെയോ ഒപ്പം നിൽക്കാനും, ഞങ്ങൾ തോറ്റിട്ടില്ല പരാജയത്തില്ല ഞെട്ടിരിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളല്ലാതെ സലഫിയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പിന്നെ ജനങ്ങള്, ചില ആളുകളൊക്കെ പറയും ഇതൊക്കെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ പോരെ. ചില ആളുകൾ ചോദിക്കുകയാണ്, ഉള്ളിൽ നിന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? 4-5 മാസങ്ങൾക്ക് മുമ്പ് ഈ ചർച്ച തുടങ്ങിയത്, ഇപ്പൊ എന്നാലും ഞാൻ തുടങ്ങിയല്ല. ജക്കരിയാക്ക് അങ്ങനെ വേറെ രീതിയിലുള്ളൊരു സലഫിയത്തോടെ കെട്ടിപ്പടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജക്കരിയ പുറത്തു പോയിക്കോ. ഇവിടെ നിലാമുണ്ട്, അതനുസരിച്ച് ഇവിടെ പോവുള്ളൂ. അതുകൊണ്ട് മസലത്തെ ചർച്ച എന്ന് പറഞ്ഞ ചർച്ചയൊന്നും അവിടെ ഒന്നും കാര്യമില്ല. കാര്യം മുമ്പ് ദഅവാ സമിതിയിൽ ചർച്ച നടന്നു. എന്താ, ദഅവാ സമിതിയിൽ നമ്മൾ ഈ ISM MSM ഒക്കെ എപ്പോഴും കുറെ ഉള്ളത്, അതൊക്കെ മാറിയിട്ട് 40 വയസ്സിന് മീതുള്ള കുറെ ആളുകൾ ഇതിൽ വരട്ടെ. കുറച്ച് മുതിർന്ന ആളുകൾ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ആ നിലക്ക് കുറച്ച് ആളുകൾ വരട്ടെ, ഞാൻ അടക്കമുള്ളവർ മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അത് പറ്റൂല. എന്താ ഇപ്പൊ ദേവാ സമിതി പറഞ്ഞ സംഘടന അവർ ക്രിയാസലാക്കി വേറെ അജണ്ട ഉണ്ട് എന്നവൻ ഇന്ത്യ നേരല്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ചില ആളുകളോടൊക്കെ പറഞ്ഞു, ഇപ്പോ ഇവിടെ അമീസുല്ലമുണ്ട്, ഞാൻ പലരോടും പറഞ്ഞ ദേവാ സമിതിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും കേട്ടോ. ഇത് ഉള്ളിൽ നിന്ന് നന്നാക്കുന്ന രീതി പതാണല്ലോ. പലരോടും പറയാം, ബന്ധപ്പെട്ടവരോടും സംഘടനാ രംഗത്ത് പരിചയമൊക്കെ എങ്ങനെയൊക്കെയാണ് ജാമ്യ ഹിന്ദിന്റെ ട്രസ്റ്റിന്റെ പോലെ എങ്ങനെയൊക്കെയാട്ടോ, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ എന്താ പറഞ്ഞാലോ, ജക്കരിയാസലായി ഫോക്കസ് വിളിച്ചു എന്നാണ്. അപ്പൊ ഉള്ളിൽ നിന്ന് നന്നാക്കാൻ ശ്രമിച്ചാൽ അതിന് ഫോക്കസ് കളി എന്ന് പറയാം. പിന്നെ ഇതിനുള്ളിൽ നന്നാക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാം. ദേവാസമിതി യോഗത്തിൽ പറഞ്ഞു. പിന്നീട് പ്രധാനപ്പെട്ട പണ്ഡിതനുമായി വേറെ ആളെ വീട്ടിൽ ചർച്ച പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ പോകുന്നല്ലേ, നമ്മളിപ്പോൾ പുതിയ സംഘടന ഉണ്ടാക്കില്ലോ. എന്നിട്ട് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരാളോട് ചർച്ച ചെയ്തപ്പോൾ അയാൾ പറഞ്ഞതാണ്, ജക്കരി പറഞ്ഞ മാതിരി എല്ലാ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണ്ഡിത സമിതി ആയിരുന്നിട്ട് MSM ISM ഒക്കെ പ്രവർത്തിക്കാൻ അതൊരു പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അവിടെ ജക്കരിയാക്ക് ഇവിടെ ആ രീതിയിലുള്ള സലഫിയത്ത് കെട്ടിപ്പടുക്കാൻ ആകുന്നത്, ജക്കരിയ പോയിക്കോ, വെറുതെ നമ്മൾ ഈ മസലത്തെ ചർച്ച അർത്ഥമല്ല എന്ന് സെപ്റ്റംബർ 8 പറഞ്ഞു. അതിന് മുമ്പ് ദേവാസമിതി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നിട്ടൊക്കെ ഞാൻ ഇറങ്ങി പോരാതെ പിന്നെ പിടിച്ചു എങ്ങനെങ്കിലും ഇത് നേരാവുമല്ലോ എന്നുള്ളവർക്ക് അവസാനം കത്ത് കൊടുത്തിന്റെ പിറ്റേത് ദേവാസമിതിയും ലേഖനയും കൂടി ചർച്ച ചെയ്തപ്പോഴോ ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഗൾഫിലേക്ക് പോകണം, കുറച്ച് കാര്യമായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ട് പണ്ഡിതന്മാർക്ക് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ അവരോടൊക്കെ ഒന്ന് കൂടിയാലോചിച്ചിട്ട് ഞാനിഞ്ഞേ ഉള്ളൂ. ഈ പഴയ രീതികൾ ഫോളോ ചെയ്യാൻ ഞാനില്ല, ഞാൻ പഠിക്കാനും വായിക്കാനും മാറുന്നു നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് സിമ്പിളായിട്ട് ഞാൻ ഇറങ്ങി പോന്ന. ഒരു പ്രശ്നമല്ല, കുറച്ച് പഠിക്കാനും വായിക്കാനും ഇപ്പോൾ പരിപാടിക്കൊന്നും വരുന്നില്ല, ഒരു ഗൾഫിലേക്ക് പോകണത്രേ അല്ലെങ്കിൽ വിദേശത്ത് പോകണത്രേ പറഞ്ഞാൽ മതി. അത് പറ്റില്ല, അവർ ഇവിടെ ഇരിക്കുക, അങ്ങനെ പോയാൽ പറ്റൂല എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞത് എന്നത് തന്നെ പിടിച്ചു നിർത്തണം എന്ന നിലക്ക് അവർ വളരെ സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞു. വേറെ ചില ആളുകൾക്ക് അതല്ല പ്രശ്നം, പോണത് പോയിക്കോട്ടെ, പക്ഷെ ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി കിട്ടാൻ എന്താ ക്ലാരിറ്റി? നിങ്ങളിപ്പോ ഇങ്ങനെ മാറിയിക്കുക പറഞ്ഞാൽ നിങ്ങൾ ലൈബ്രറിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതായിരിക്കൂലല്ലോ. നിങ്ങൾ ആളുകൾ വിളിച്ചാൽ പോകൂലേ? അപ്പൊ നിങ്ങൾ വിളിച്ചാൽ എവിടെയൊക്കെ പോകും, എന്തൊക്കെ പറയും, അതൊക്കെ അറിയണം. നിങ്ങൾ നമ്മളെ വേദിയിൽ വരുമോ? നമ്മുടെ സംഘടനാ വേദിയിൽ നിങ്ങൾ വന്നാൽ ഞങ്ങളൊക്കെ നിലപാട് പറയുന്നത് പോലെ നിങ്ങളും പറയുകയും നിങ്ങളുടെ നിലപാടെന്ന് പറയാൻ നമ്മൾ അതൊരു സംഘടനയിൽ 2 നിലപാട് പറ്റില്ല. ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ, നിങ്ങൾ മാറി നിൽക്കുക നല്ലത്. ആയിക്കോട്ടെ, ഞാൻ സംഘടനാ വേദിയിൽ വരുന്നില്ല, കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ഏറ്റ പരിപാടി നിങ്ങൾ ഇപ്പൊ തീരുമാനിച്ചോളി, പോണ്ടേന്ന്. അത് പോണം, പക്ഷെ അവിടെ നിങ്ങൾ ജില്ലാ കമ്മിറ്റി പറ്റില്ല, സംസ്ഥാനത്തിൽ അതൊന്നും പറയാൻ പാടില്ല. അതൊന്നും ഞാൻ ഔദ്യോഗിക വേദി പറയുന്നില്ല. ശരി, അതും കഴിഞ്ഞു. അപ്പൊ വേറൊരാൾ പറയാം, അല്ല എന്നാലും അവിടെ പോയാലും നിങ്ങൾ എന്തൊക്കെയാ പറയാ, അവിടെ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ പറയില്ലേ? അപ്പൊ വേറൊരുത്തം പറയാം, അതെന്ത് ചോദ്യമാണ്, അയാൾ നമ്മളെ വേദിയിൽ വരില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അയാൾ വേറെ എവിടെയും പോകാൻ പാടില്ല എന്ന് നമ്മളെങ്ങനെ പറയാം? അതൊരു നിലപാടില്ല, അത് പണ്ഡിതൻ അയാൾ പഠിച്ചാണ് പറയില്ലേ. നമ്മളെ വേദിയിൽ വരട്ടാൻ നമുക്ക് പറയാൻ വരില്ല, നമുക്കൊരു സമ്മതിക്കുകയും ചെയ്തില്ലേ, പിന്നെന്തിനാ നിങ്ങൾ അയാൾ പിന്നെയും ചോദിച്ച് ബുദ്ധിമുട്ടിക്കണേ എന്ന് പറഞ്ഞു.
ഏതായാലും നിങ്ങൾ പുറത്ത് നിൽക്കണം, ഞങ്ങൾക്കൊക്കെ ഹൈറായിരിക്കും, സെലഫിയത്തിനെ പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകാൻ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ പിരിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു സുപ്രഭാതത്തിൽ ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നൊന്നല്ല, ഇറങ്ങിപ്പോകാൻ പലവട്ടം പറഞ്ഞതാ. ഈ പറയണ മാതിരിയാണ് സെലഫിയത്തെങ്കിൽ ഇവിടെ ഇറക്കൂല, അത് വെച്ച് സംഘടന ഉണ്ടാക്കില്ല, വേറെ പോയിക്കോ എന്ന് പലവട്ടം പലരും പറഞ്ഞു. എന്നിട്ടും ഞാൻ പിടിച്ചു. ഞാനിതൊരു പ്രശ്നാഘാതമല്ലേ ഒരു കത്തും കൊടുത്തിട്ട് ഞാൻ പഠിക്കാനും വായിക്കാനും മാറിക്കാനും പറഞ്ഞാൽ മതി, അതും സമ്മതിക്കാതെ ക്ലാരിറ്റി വേണം എന്നിട്ട് ക്ലാരിറ്റി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ ആരും കുറ്റപ്പെടുത്തരുത്. കാരണം എന്താ അറിയോ, ഇപ്പൊ ചില ആളുകൾ പറയുന്നതാണ്, നമ്മളെല്ലാരും മൂപ്പരെ കണ്ടിട്ട് നിന്നിട്ട് മൂപ്പര് നമ്മളെ ഇട്ട് പോയി കളഞ്ഞല്ലോ, ഞാൻ എവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളൊപ്പം തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പോയി നിങ്ങളാരും വിചാരിക്കണ്ട, ഞാൻ അങ്ങനെ പോകില്ല. ഞാനിപ്പോ ഗൾഫിലോ മറ്റോ പോയാലും കുറച്ചാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും വായിക്കാനൊക്കെ പോയാലും ഇവിടെ വരും. പിന്നെ ഇപ്പൊ എവിടെ പോയാലും ക്ലാസ് എടുത്താൽ കേൾക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. നിങ്ങൾ കുറച്ച് വൈലറ്റും മറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ പഠിക്കാനും കേൾക്കാനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് ഇപ്പൊ പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, വേറെ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 9ാമതായി എനിക്ക് പറയാനുള്ളത്, ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗം നന്നാകണം. മനസ്സിലായില്ലേ? ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ജനങ്ങൾക്ക് ദീനെത്തിക്കുക, ദീനെത്തിക്കൽ, ദീനെത്തിയാൽ മാത്രം പോരാ, എത്ര വഴി ശരിയായിരിക്കണം. എത്തിക്കണവന്റെ കൂലി നഷ്ടപ്പെടുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും എത്തിക്കിട്ടിയാൽ പോരാ, എത്തുന്നത് ശറ അനുസരിച്ച മാർഗത്തിലായിരിക്കണം, ചിലപ്പോ ഈ രീതിയിലായിരിക്കണം എന്ന് മാത്രമല്ല, ഇത് കൊണ്ട് നമ്മുടെ കൂലി നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ നമ്മുടെ കൂലി നഷ്ടപ്പെടുന്ന വല്ലതും നമ്മളിൽ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം, പരിശോധിക്കണം. നമ്മൾ തെറ്റുപറ്റാത്ത വയസ്സുമീങ്ങളൊന്നല്ലല്ലോ. അപ്പൊ ഇഖ്ലാസ്, ഇത്തിബാ, ഇത് രണ്ടും പ്രധാന 10ാമതായിട്ട് പറയാനുള്ള ഒരു വിഷയം അതാണ്. ചുരുക്കി പറയേണ്ട സമയം വൈകിയത് കൊണ്ട് ഇഖ്ലാസും ഇത്തിബാഉം കൈവിടാൻ പാടില്ല. അത് ദീനിന്റെ 2 അസ്ലുകളാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്നതാണ് ഇഖ്ലാസ്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചുവോ അതുപോലെ ആയിരിക്കുക എന്നതാണ് ഇത്തിബാ എന്ന് പറഞ്ഞത്. അപ്പൊ ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ മതി. അള്ളാഹ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നത് മാത്രം പോരാ, ചെയ്യുന്നത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതായിരിക്കണം. ഇപ്പൊ വിദഅത്ത് ചെയ്യുന്ന ആളുകൾ കൂലി കിട്ടാൻ വേണ്ടി തന്നെ മരിച്ചോട്ട് ഖുർആൻ ഓതുന്നതും മയ്യത്തുണ്ടുമ്പോൾ ദിക്റിടണം, അല്ലേ? മരിച്ചോന് ഗുണം കിട്ടാൻ 7ഉം 14 ഭക്ഷണം കൊടുക്കണേ. അവർക്ക് പടച്ചോനത്തിൽ രക്ഷപ്പെടണം വിചാരിച്ചു, ഇവിടെ എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ടല്ല, ആണോ? പക്ഷേ ഇത്തിബാഇല്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ശിയാക്കൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? നബി കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ പേര് കർബല ദിവസം എന്നും പറഞ്ഞിട്ട് മുഹറം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ അത് അവർ ചെയ്യുന്നത് അവർ കൂലി കിട്ടും? ഇല്ല. കാരണം എന്താ? ഇഖ്ലാസ് ഉണ്ട്, അല്ലെ? അടിച്ചടിച്ച് ചെങ്ങല കൊണ്ട് അടിച്ചിട്ട് ചോരങ്ങനെ ആംബുലൻസ് കൊണ്ട് നിർത്തിക്കുക, അല്ലെ? നെഞ്ചത്തടിച്ചിട്ട് ചോര വരും. എന്തായിരിക്കും അവസ്ഥ? ജീവിതം തന്നെ തകർന്നു പോകൂലേ? പക്ഷെ അവരെന്താ കൂലി കിട്ടാൻ വേണ്ടിയാ. പക്ഷെ കൂലി കിട്ടുമോ? കിട്ടൂല. കാരണം ഇത്തിബാഇല്ല. അപ്പൊ ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പറയും ഇത്തിബാഉം വേണം. ഇത്തിബാഅ് മാത്രം ഉണ്ടായാൽ പോരാ, റസൂൽ പഠിപ്പിച്ചതുപോലെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇഖ്ലാസ് ഇല്ല. ഇഖ്ലാസ് ഇല്ല പറഞ്ഞാൽ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യണത്, ആളുകൾ കാണട്ടെ, പത്രക്കാരറിയട്ടെ, മറ്റോട് കാണട്ടെ, ഓലൊന്ന് ഞെട്ടട്ടെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കലോ? പോയി ഒരു പാർട്ടിക്ക് വേണ്ടി, ഒരു ഗ്രൂപ്പിന് വേണ്ടി, ഒരു മദ്ഹബിന് വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്നിടത്ത് നമ്മൾ നിൽക്കണം. അതില്ല എങ്കിൽ നമുക്ക് പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാണ്. ഒരുപാട് വ്യക്തിപരമായ വിമർശനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ നസീഹത്തിന് വിരുദ്ധമാകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമ്മൾക്കിടയിൽ ചർച്ചയുള്ള വിഷയങ്ങൾ എൽമിയായ നിലയ്ക്ക് ചർച്ചയ്ക്ക് വരണം. ഞാൻ പറഞ്ഞത് ഖുർആനോടും സുന്നത്തിനോടും എതിരുണ്ടെങ്കിൽ ആർക്കും ഗണ്ണിക്കാവുന്നതാണ്. അത് സ്വീകരിക്കാൻ ഞാൻ സർവാത്മന സന്നദ്ധനാണ്. എനിക്കതിൽ ഒരു ഈഗോ പ്രശ്നമല്ല. ആരെ പ്രസംഗത്തിനും ഹൈറ് കിട്ടുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. എന്നെ കുറിച്ചുള്ള ആദർശപരമായ ചില വിമർശനങ്ങൾ, ഞാൻ ജുബൈർ മങ്കടയുടെ വാദം പ്രചരിപ്പിക്കുന്നു എന്നാണ്. മനസ്സിലായില്ലേ? എന്റെ വാദം എന്താണെന്ന് ഞാനാ പറയേണ്ടത്, അല്ലേ? അത് കഴിഞ്ഞ കോൺഗ്രസ്സരോട് നമ്മൾ പറഞ്ഞാൽ തന്നെയാണ്. അബ്ദുറഹ്മാൻ സലഫി അല്ല സക്കരിയ സലാഹിന്റെ വാദം പറയേണ്ടത്, അല്ലെങ്കിൽ അനസ് മുസ്ലിയാരല്ല, അല്ലെങ്കിൽ ടി അല്ല എന്നതുപോലെ തന്നെ ഇവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ വാദം ഞാനാ പറയേണ്ടത്. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പലരോടും പറഞ്ഞു.
നിങ്ങൾ കടവത്തൂരല്ലേ സക്കരിയ സലാഹിനൊന്ന് പോയി ചോദിച്ചു നോക്കാൻ. അയാൾക്ക് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് വാദമുണ്ടോ? അയാൾ എഴുതിയ രേഖ ചെയ്താലും പങ്കളേക്കല്ല, അയാൾ പ്രസംഗിച്ചതുമില്ല. എന്നാൽ ഇനിയിപ്പോൾ അയാൾക്ക് അങ്ങനെ അയാളെ മനസ്സിലുണ്ട് എന്നത് പോയി ചോദിച്ചൂടെ? ഇപ്പോഴും ചില ആളുകൾ പറഞ്ഞു സക്കരിയ സലാഹിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ കടവത്തൂർക്കാർ അപ്പൊ ഒരു നേതാവ് അവിടെ ഒന്ന് ക്ലാസ് എടുത്ത് എന്താണെന്നറിയോ? എന്താ അയാളെ പറ്റിയല്ലേ വ്യഭിചാരോപണം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി ചോദിക്കാം, നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താ വ്യഭിചാരോപണം എത്തിയാ? ഇതന്നെ ഇപ്പൊ പിന്നെയും വാക്കുകളൊന്നും പറഞ്ഞൂടെ? നേതാക്കന്മാർ പറഞ്ഞാൽ മതി. നമുക്ക് വ്യഭിചാരോപണമൊക്കെയാണെങ്കിൽ നേരിട്ട് പോയി ചോദിക്കാം. നോക്കണങ്ങള് പഴയ ഫോക്കസിന്റെ വാദഗതികളിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എനിക്ക് പറയാം, എന്റെ കത്ത് ആ കത്തിന് കിട്ടിയിട്ടുണ്ടാവും. അത് ലജനെ കൊടുത്ത കത്ത് എന്നാ ചില ലജനെ കൊടുത്ത് ലജക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. എല്ലാ സലഫി സുഹൃത്തുക്കളും വായിച്ചാൽ എന്റെ നിലപാട് സുതാര്യമായി ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. സംഘടന നിരുപാധികം ഹറാമാണെന്നോ നിരുപാധികം ജായിസാണെന്നോ സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടില്ല. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് സംഘടനക്കൊരു ഷർത്തും ആരും പറഞ്ഞിട്ടില്ല, അത് അബദ്ധങ്ങളാണ്, വങ്കത്വമാണ്. ഇതേതാ ബുക്കുന്നടികള്? ഹുക്കുമുൽ അമലുൽ ജമായി, അബ്ദുള്ള സബത്തിന്റെ ബുക്ക്. 2002 ജമിയത്ത് ശരിയ എന്ന കുവൈറ്റിൽ സംഘടന നടത്തിയതാണ്. സുബൈർ മങ്കടക്കിയതിൽ നമ്മൾ വ്യാപകമായി ഉപയോഗിച്ച പുസ്തകമാണ്. നമ്മൾ ആളുകളോടൊക്കെ ഇത് വായിക്കണം, പഠിക്കണം എന്ന് നമ്മളെ പണ്ഡിതന്മാരോട് പ്രത്യേകം പറഞ്ഞ പുസ്തകമാണ്. ഈ പുസ്തകത്തില് ഷർത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഒന്ന് കേട്ടോളി. പേജ് 15. ലവാബിതു തജമ്മുഇ ശർഈ അബി തആവുനിൽ മശ്റൂ അബിൽ അവൽ ജമാഇ. കണ്ടോ? ശർഈയായ കൂട്ടായ്മ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം, ശർഈയായ സംഘടിതമായ പ്രവർത്തനം, അതിന്റെ ലവാബിത്തുകൾ എന്ന് പറഞ്ഞ വ്യവസ്ഥകൾ. ഷർത്തിന്റെ മറ്റൊരു വാക്കാത്. ഒന്ന് എന്താ? ഒന്നാമത്തെ വ്യവസ്ഥ, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഒരു പ്രൊഫൈല് മാത്രം ഉണ്ടായാൽ മതി, പിന്നെ ഒരു വ്യവസ്ഥയില്ല. പിന്നെ ഉണ്ടാക്കലെന്നെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് സംഘടന ഉണ്ടായിക്കോളെന്ന് സെമീൻ പറഞ്ഞിരുന്ന ഹിക്മത്തിന് യുക്തി എന്ന് അർത്ഥം പറഞ്ഞു. നോക്കണങ്ങൾ കേട്ടോളൂ. എന്താണ് ഒന്നാമത്തെ ഷർത്ത്? ഒന്നാമത്തെ വ്യവസ്ഥ എന്താ? അൽ ഇജ്തിമാഉ വലൽ ബിർരി വത്തഖ്വ. പുണ്യത്തിലും ഭക്തിക്കും വേണ്ടിയാകണം നമ്മൾ കൂട്ടുചേരേണ്ടത്. നമ്മൾ സംഘം ചേരേണ്ടത് പുണ്യത്തിലും ഭക്തിക്കും. എന്നൊരു തെളിവ് കൊടുത്തെന്താ? വതആവുനു അലൽ ബിർരി വത്തഖ്വ. പുണ്യത്തിലും ഭക്തിയിലും സഹായിക്കണം. വലാ തഅലു ഇസ്മൽ ഉദ്വാൻ. കുറ്റകൃത്യങ്ങളിലും ശത്രുതാപരമായ കാര്യങ്ങളിലും നിങ്ങൾ സഹായിക്കരുത്. മാഇദയിൽ 2-ാമത്തെ ആയത്. കണ്ടോ? 2-ാമത്തെ വ്യവസ്ഥ അദ്ദഅവതു ഇലൽ കിതാബി വസ്സുന്നത്തി അലാ ഫഹ്മി സലഫ്. കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്നതാകണം. അതെങ്ങനെ? സലഫ് സാലിഹുകളുടെ ഗ്രാഹ്യതക്കനുസരിച്ച് സലഫുകൾ ഗ്രഹിച്ചതുപോലെ കിതാബും സുന്നത്തും ഗ്രഹിക്കണം എന്നതിലേക്ക് ക്ഷണിക്കാനായിരിക്കണം നിങ്ങളെ കൂട്ടായ്മ. ഇതാണ് 2-ാമത്തെ വിശദീകരണം. ഞാൻ വായിക്കില്ല, സമയമില്ലാത്തത്. 3 അല്ലാ തദഉ ഇലാ മഅസിയത്തിൻ വലാ തൻസുറു അസബിയ്യത്തൻ. കുറ്റകരമായ ഒരു കാര്യത്തിലേക്കും ആയിരിക്കരുത് നിങ്ങളുടെ ക്ഷണം. അതുപോലെ ഒരു അസബിയ്യത്ത്, ഒരു പക്ഷപാതിത്വത്തെ നിങ്ങൾ സഹായിക്കുന്നതായിരിക്കരുത്. 4 അൻ യുഖിറഹു അകാബിറുൽ ഉലമാഇ മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ഉന്നതന്മാരായ പണ്ഡിതന്മാർ നിങ്ങളുടെ ഈ കൂട്ടായ്മയെ അംഗീകരിക്കണം. തോന്നിയ പോലെ ഉണ്ടാക്കാന്നല്ല. ഇത് ശരിയാണോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കണം. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രീതികൾ, അതൊക്കെ ശരിയാണോ എന്ന് അഹ്ലു സുന്നത്തിന്റെ അകാബിറുൽ ഉലമ. ചോട്ടകൾ മീറ്റിംഗ് കൂടിച്ച് 25 ആളല്ല 250 കൂടിയിട്ടും കാര്യമില്ല. അകാബിറു അഹ്ലു സുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കണം. 5 അല്ലാ തശുക്ക അഫത്താഅത്തിൽ ഉലാത്തിൽ അംരി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്ക് ഒരു ഭരണാധികാരമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരിക്കുള്ള അനുസരണത്തെ എതിർക്കാൻ പാടില്ല. ആ അനുസരണത്തിന് ഇത് മുറിവേൽപ്പിക്കാൻ പാടില്ല. 6 അല്ലാ തകൂനലദയും ബൈഅത്തുൻ. കണ്ടോ? ബൈഅത്ത് ഉണ്ടാകാൻ പാടില്ല. ബൈഅത്ത് എന്താ? അനുസരണ പ്രതിജ്ഞ. അത് ഇസ്ലാം ഭരണാധികാരി. അതിന്റെ വിശദീകരണം ഒന്ന് കേട്ടത്. വയുഷ്തറതു ലിഹാദ തജമ്മുഇ. ഈ കൂട്ടായ്മക്ക് ഷർത്താണ്. വലവാവിത്തന ഷർത്ത് എന്നുള്ള അർത്ഥത്തിലാണെന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കോളി. ഖുലുബുഹു മിനൽ ബൈഅത്തി. ബൈഅത്തുകളിൽ നിന്ന് ഒഴിവാകണം. ലിഅന്നൽ ബൈഅത ലാ തകൂനു ഇല്ലാ ലിഇമാമിൻ മുഅ്തബരിൻ ഹാകിമിൻ. ഇസ്ലാമിക ഭരണാധികാരിക്ക് മാത്രമേ അങ്ങനത്തെ ബൈഅത്ത് പാടൂ. വഅമ്മാ റുഅസാഉൽ ജമാഅത്തി. എന്നാൽ സംഘങ്ങളുടെ നേതാക്കൾ ഫഹൗലാ യുതഉന ബിൽ മഅറൂഫി. അവർ നല്ല കാര്യങ്ങൾ അനുസരിക്കപ്പെടാം, ദൂല ബൈഅത്തിന് ഒരു ബൈഅത്തും കൂടാതെ. കണ്ടോ? ولا يقال نفرق بين بيعة الخليفة وبيعة رئيس الجماعة فنقول الترك أولى. ഖലീഫക്കുള്ള ബൈഅത്തും സംഘത്തിലുള്ള റഈസിനുള്ള ബൈഅത്തും ഞങ്ങൾ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. നമുക്ക് ഏറ്റവും നല്ലത് ആ ബൈഅത്ത് ഒഴിവാക്കലാണ്. സദ്ദൽ ലിദ്ദരീഅ.
കണ്ടോ, തെറ്റുകൾ കടന്നു വരാതിരിക്കാനുള്ള വഴി അടക്കുക എന്ന നിലക്ക് ഒമൻ അല്ലി തഹസ്സുബി, തഹസ്സുബിനെ തടയുക എന്ന നിലക്കും. ഏഴാമത്തേത് ഈ കൂട്ടായ്മയുടെ എല്ലാ മാർഗരീതികളും ശരീഅത്ത് മുറുകെ പിടിക്കണം. അതെങ്ങനെയാ? ഗൂഢാലോചനയുടെ മാർഗങ്ങൾ, പുത്തൻ ശൈലികൾ അതിനൊക്കെ അകന്നു നിൽക്കണം. ശറഈൻ അംഗീകരിക്കാത്ത മറ്റു മാർഗങ്ങൾ അകന്നു നിൽക്കണം. ഫിത്നകളിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. സുതാര്യമായ പ്രത്യക്ഷമായ മാർഗങ്ങളാണ് സ്വീകരിക്കണം. ആ കാലഘട്ടത്തിലെ ദഅവത്തിന്റെ ഇമാമുകൾ, ഉന്നത പണ്ഡിതന്മാർ അംഗീകരിച്ച മാർഗങ്ങളായിരിക്കണം സ്വീകരിക്കേണ്ടത്. 7 ഷർത്ത് എണ്ണി പറഞ്ഞതാ. ഷർത്ത് ആരും പറഞ്ഞിട്ടില്ല, അബദ്ധങ്ങളാണ് ഇത്, ഷർത്തുകളല്ല, വങ്കത്വമാണ്. നമ്മളെ ആളുകൾ അതിങ്ങനെ ഫോർവേഡ് ചെയ്യാണ്. കേട്ടില്ലേ? എല്ലാരും കേൾക്കണം, കേട്ട് പഠിക്കണം. നമ്മളൊക്കെ പഠിക്കണം, ഞാനും പഠിക്കുക. എനിക്കും തന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ വിചാരിച്ചിട്ടാ ഞാനും ഇങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ചില വാശി ചില ആളുകൾക്ക്. ഇനി കേട്ടങ്ങള്, ഇത് നമ്മളന്ന് സുബൈർ മങ്കരക്കെതിരില് നമ്മൾ കൊണ്ടുള്ള ഇപ്പോഴും നമ്മളെ മൻഹജ് തയ്യാറാക്കാൻ അവലംബിക്കുന്നത് ഇതാണ്. ഏതാ? മൻഹജുൽ ജംഇയ്യ ലിദ്ദഅവത്തി വത്തൗജീഹ്, ജംഇയ്യത്ത് സിയാസത്തുൽ ഇസ്ലാമിയുടെ മൻഹജ്. ആ മൻഹജ് എഴുതുന്ന പുസ്തകത്തിന്റെ 45-ാമത്തെ പേജിൽ കണ്ടോ, മൗഖിഫുനാ മിൻ ജമാഅത്തി ദഅവ, പ്രബോധക സംഘങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാട് കേട്ടോളൂ. അല്ലദീ നറാഹു, നാം അഭിപ്രായപ്പെടുന്നത് അന്നൽ അമലൽ ജമാഇ മശ്റൂഉൻ. കണ്ടോ, സംഘടിത പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം ശറഅ അംഗീകരിച്ചതാണ്. എങ്ങനെ? വിഫ്കലവാദിത, ചില വ്യവസ്ഥകൾക്ക് വിധേയമായി. തോന്നിയവരെ കുറെ സ്ഥലത്തുനിന്ന് മാത്രമായിരുന്നു, വേറെ ഒന്നും ഒരു വ്യവസ്ഥയില്ല എന്നല്ല. എന്തൊക്കെ വ്യവസ്ഥ കേട്ടോളൂ. അന്യക്കൂനൽ ജിത്വായുൽ കിതാബി വസ്സുന്ന, മറ്റേ പറഞ്ഞ പോലെ തന്നെ കിതാബും സുന്നത്തിനും വേണ്ടിയായിരിക്കണം കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. വഹദീസ് സലഫുസ് സാലിഹ്, സലഫുസ് സാലിഹുകളുടെ ശരികൾക്കനുസരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. വഅല്ലാ യുഅസ്സസ അലൽ ലഹ്വാ, അത് മറ്റേ പറയാത്ത ഷർത്ത. ദേഹേച്ഛകൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാപിക്കപ്പെട്ടതാകരുത് നിങ്ങളുടെ സംഘടന. വതഹസ്സുബി ലിൽ അശ്ഖാസ്, വ്യക്തികളോടുള്ള പക്ഷപാതിത്വത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതാകരുത്. ഇനി കേട്ടോ, വാഖദിൽ വലാഇ വൽ ബറാഇ അലൈഹി, വലാഉ ബറാഇ, ബന്ധവും ബന്ധവിച്ഛേദവും സംഘടനയുടെ പേരിലാകാൻ പാടില്ല. സംഘടനയെ സ്നേഹിക്കുകയും സഹായിക്കുകയും സംഘടന അംഗീകരിക്കുകയും ചെയ്യുന്നതോട് പ്രത്യേക സ്നേഹം, സംഘടനാ പ്രവർത്തനത്തോട് താല്പര്യമില്ലാത്തതോട് ഭയങ്കര വെറുപ്പ്. ഓൻ അഹ്ലുസുന്നത്തിന്റെ ആളെന്നെ, അഖീദ ശരിയാ, മൻഹജ് ശരിയാ, ഈ സെറ്റപ്പ് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ മാറിക്കാണ് ഓനോട് വെറുപ്പ്, ബറാഅത്ത്. എന്നോട് നല്ല കാണിച്ചുകൊണ്ടിരിക്കണത് അല്ലേ? ആളുകൾ മിണ്ടുന്നില്ല, സലാം പറയുന്നില്ല, അത്ര പോലും വിരോധം. എന്താ? എനിക്കെന്താ ഒരു സുന്നന്റെ ആദർശത്ത് വല്ല തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഒരൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ മൂപ്പരെ കണ്ടിട്ട് ഇറങ്ങിയില്ലേ, മൂപ്പരെ എന്നെ കണ്ടിട്ടല്ല ഇറങ്ങി, ഈ ആദർശത്തെ കണ്ടിട്ട് ഇറങ്ങിയത്. ആ ആദർശത്തിൽ കടുകട ഞാൻ നീങ്ങിയിട്ടില്ല. ബലാവും ബറാവും ഇതിന്റെ പേരിലായി. അത് പറ്റി പറയാത്ത ഷർത്താട്ടോ. അതിൽ പേരണം വന്നത് 2 കൂടി. ഇനി കേട്ടോ, വല്ലാ തുഅത്തി ആദിൽ ജമാഅത്ത് ദഅവിയ ലിനഫ്സിഹാ മാ യുസാലി ജമാഅത്തിൽ മുസ്ലിമീനൽ ആമ്മ, മുസ്ലിമീങ്ങളുടെ പൊതുസംഘം, അത് വയ്യത്ത് ചെയ്യപ്പെട്ട ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിന്റെ മുസ്ലിം സമൂഹമുണ്ട്, ആ സമൂഹത്തിന് നൽകുന്ന, ആ ജമാഅത്തിന് നൽകുന്ന പ്രാധാന്യം ഇതിന് നൽകാൻ പാടില്ല. കൽ മുബായഅത്തിൽ ഇമാമിൽ ആം, ഇമാമുൽ ആമിന് വയ്യത്ത് ചെയ്യുന്ന പോലെ. വൻ യകൂന അമലു ഹാദിഹിൽ ജമാഅത്തി ദഅവിയ മിമ്മാ യുഅയ്യിദുൽ ഇമാമൽ ആം, അത് ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. അതടുത്ത ഷർത്ത്. വയകൂന ഔനൻ ലഹു ഫിൽ വാജിബാത്തി അല്ലത്തി അൽഖാഹ അല്ലാഹു അലാ ആതിഖിഹി മിൻ നിസാമത്തി ശറഇല്ലാഹി ഫിൽ അർളി വൽ ജിഹാദി ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ജിഹാദ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ശറഅ നടപ്പിലാക്കൽ, അതുപോലെ ഭരണാധികാരിയുടെ ചുമതലയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരു താങ്ങും തണലും സഹായമായിട്ടായിരിക്കണം ഈ സംഘം നിലകൊള്ളേണ്ടത്. കണ്ടോ? അപ്പൊ ഇത്രയും ഷർത്തുകൾ ആര് പറഞ്ഞു? ജംഇയ്യത്ത് സിയാസത്തുൽ ഇസ്ലാമിന്റെ മൻഹജിൽ പറഞ്ഞു. തൽക്കാലം 2 വായിക്കുക. ഇനി ഉണ്ട്, ഇനി പതൊക്കെ ഇനി കുറച്ച് പറയാണ്ട്. ഇത് ഫത്വകളിലൊക്കെ ഉണ്ടോ ഷർത്ത്? അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള് എവിടേക്കാ പോകുന്നത്? എനിക്ക് വളരെ ബഹുമാനമുള്ള ചില സുഹൃത്തുക്കളാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ആരെങ്കിലും പറയുന്നതനുസരിച്ച് സംസാരിക്കരുത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ദഅവത്ത് ലഭിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാന് അത് അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്. ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട് സലഫി ഉലമാക്കളെ. സൗദിയിൽ ജീവിച്ച ഒരാൾക്ക്, മദീനത്ത് പഠിച്ച ഒരാള് അത് കണ്ടില്ല എന്ന് പറയുന്നത് എനിക്ക് അത്ഭുതകരമായി തോന്നുകയാണ്.
ഏതായിരുന്നാലും നമുക്കൊക്കെ ശറഈയായ ഇൽമിനെ പറ്റിയ അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ജുബൈർ മങ്കടക്ക് മറുപടി പറഞ്ഞല്ലോ, അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞത് എന്തായിരുന്നു? ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ഒന്ന്, ജംഇയ്യത്തുകൾ സംഘങ്ങൾ ഉണ്ടാക്കുന്നത് ജായിസാണ് എന്ന് സലഫി ഉലമാക്കളുടെ ഫത്വയുണ്ട്. അന്ന് ഞാൻ ഇബ്നു ബാസിന്റെ ഫത്വ വായിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വായിച്ച രണ്ടും പ്രധാനമായിട്ട് ഈ രണ്ട് പുസ്തകത്താണ്, ഹുക്മുൽ അവൽ ജമാഇനും അതുപോലെ തന്നെ മൻഹജുൽ ജംഇയ്യത്തും ഫത്വകൾ അത് വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് യാതൊരു മാറ്റമില്ല. പിന്നെ കേരളത്തിലെ സലഫി പ്രസ്ഥാനം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രസ്ഥാനമല്ല. കാരണം ഹുദൈഫന്റെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, ജഹന്നമിന്റെ കവാടത്തിലേക്ക് വിളിക്കുന്ന കുറെ ആളുകൾ വരും, അവരെ വിളി കേട്ടാൽ നമ്മൾ നരകത്തിലെത്തും. അങ്ങനത്തെ എല്ലാ കക്ഷികളും, നരകത്തിലേക്ക് വിളിക്കുന്ന കക്ഷികളും ഭരണത്തിന് വേണ്ടി കടിപിടി കൊടുത്ത കക്ഷികളുമായാൽ ഒരു കക്ഷികളും ചേരാതെ നിൽക്കണമെന്ന് ഹുദൈഫാനോട് റസൂൽ പറഞ്ഞതാണ്. അതിനെപ്പറ്റി പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് കേന്ദ്രം അല്ലെങ്കിൽ കേരളത്തിലെ സലഫി പ്രസ്ഥാനം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കക്ഷിയായിട്ടില്ല. അതൊന്നും നമ്മൾ കൊടുത്ത മറുപടിയാണ്. ഇന്ന് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചില ആളുകളെ കയ്യിൽ അത് പെട്ടുപോയിട്ടുണ്ട്. ഇനി അത് ഓലൊക്കെ ജീവിച്ചിരിക്കുക, അതിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നേർച്ചയിൽ അനാചാരം ഒഴിവാക്കണ പോലെ തന്നെയാണ്. ഇതിനെ പറ്റി അങ്ങനെയും പറയുന്നുണ്ട്. അത് അത്രമാത്രത്തിന്റെ കേന്ദ്രമിനെ പറ്റി നമ്മൾ പറഞ്ഞു തന്നെയാണ്. മാത്രല്ല ഈ സംഘടന മാത്രം വേറെയും പല ഇസ്ലാമിക സംഘടനകളുണ്ട്. അതൊക്കെ ഈ ഷർത്ത് അനുസരിച്ച് നന്നാക്കാൻ നിന്നാൽ നായിക്കാട്ടം കൈ നന്നാക്കണ പോലെ തന്നെ ഉണ്ടാവുള്ളൂ, നന്നായി കിട്ടൂല. അപ്പൊ അത് നമ്മളെ പറ്റിയാ പറഞ്ഞിട്ട് ചില ആൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. നമ്മളെ ഈ കൂട്ടായ്മയെ പറ്റി ഞാനത് പറഞ്ഞിട്ടില്ല. പിന്നെ KNM ബൈഅത്തില്ല, ഇമാമുൽ ആലമിന്റെ സ്ഥാനം അതിന് നൽകുന്നില്ല എന്നന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, AP അബ്ദുൽ ഖാദർ മൗലവി സർക്കുലർ നമ്മൾ ലംഘിച്ചാൽ അമീർ മുഅ്മിനീൻ ഉമർ ഖത്താബിന്റെ സിന്ദൂരം ലംഘിച്ച കുറ്റം കിട്ടുമെന്ന് ഒരൊറ്റ മുജാഹിദും വിചാരിക്കാറില്ല. KNMന്റെ മെമ്പർഷിപ്പ് ഒരു ബൈഅത്തായി ഞങ്ങൾ കാണുന്നില്ല, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംഘടന ഒരു ദുന്യവി കാര്യമാണ്. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞ ഈ മൈക്ക് പോലെ, മൈക്ക് ഇല്ലെങ്കിലും പ്രസംഗിച്ചാൽ കേൾക്കും. പക്ഷെ മൈക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കൂടുതൽ ആൾ കേൾക്കാൻ. ഈ മൈക്കിന്റെ സ്ഥാനം ഞങ്ങൾ സംഘടന കൽപ്പിച്ചു. അപ്പൊ സംഘടന താഴ്പൂത അവർക്ക് അന്ന് പറഞ്ഞിട്ടുണ്ട്, സംഘടനയെ ഞങ്ങൾ ഇബാദത്തായി കാണുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഷർത്ത് ആ ഇസ്ലാമിക ഭരണാധികാരിയും ആ ഭരണാധികാരിയുടെ സംഘവും അതുപോലത്തെ ഒരു സംഘമായി ഞങ്ങൾ ഇതിനെ കാണുന്നില്ല, ഞങ്ങൾ ബൈഅത്ത് നൽകുന്നില്ല. പിന്നെ അത് പ്രധാനമായും ഗണ്ണിച്ചൊരു വാദം, മുജ്തഹിദുകളായ ഉന്നതരായ പണ്ഡിതന്മാർക്ക് മാത്രമേ രേവത്ത് നടത്താൻ പാടുള്ളൂ. ഒരു ശിർക്കിയുള്ള ഒരാളോട് കൂടി മോനേത് ശിർക്കാണെന്ന് പറയാൻ പാടില്ല, മോനെ ഞാൻ കുറ്റക്കാരനായി പോകും, എന്നോട് ശിർക്ക് എന്ന് പറയും ചെയ്ത് നിക്കരിക്കാത്തവരോട് നിക്കരിക്കുന്നുണ്ട്, ദേവത്തല്ലേ പറയാൻ പാടില്ല എന്ന് ചില കുട്ടികൾ തെറ്റിദ്ധരിച്ചിരുന്നു. അത് ശരിയല്ല എന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദഅവത്തു ഇലല്ലാഹി വ അഖ്ലാഖു ദുആത്ത് വായിച്ചിട്ട് ഞാൻ ഒരു 5 പോയിന്റ് ഞാൻ ഇപ്പോ സുബൈർ മങ്കന്റെ പ്രസംഗം ഞാൻ തന്നെ ഇന്നൊന്ന് കേട്ടുന്നേ. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് കുറച്ച് ഭാഗം കൂടി കേൾക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ അതിൽ പറഞ്ഞതിനൊന്നും യാതൊരു മാറ്റം നമുക്കില്ല, അതിനൊരു പിന്നാക്കം നമ്മൾ പോയിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷേ അന്ന് നമുക്ക് സംഘടന തിന്മയാണോ വിജയത്താണോ എന്ന വാദത്തിന് മറുപടി പറയലായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഇതൊക്കെ വായിച്ചിട്ട് ഇപ്പൊ ജമിയയിൽ പറഞ്ഞ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഷർത്തുകളാണ്. ഇനി നമ്മളൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ പരിഗണിക്കണം എന്ന് പറയേണ്ട സാഹചര്യം അന്നില്ലല്ലോ. ഇനി നമുക്ക് സംഘടന ഉണ്ട്, ഇത് നന്നായി കൊണ്ടുപോകാനാണ് നമ്മളെ താല്പര്യം. കാരണം മടൂരികളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ കൈകൾ വന്നിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്കിതൊക്കെ നന്നാക്കാം എന്ന ഉദ്ദേശത്തിലുള്ള സമയത്താണ് ഞാനത് പ്രസംഗിക്കുന്നത്. അവിടെ ശുറൂത്ത് വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശുറൂത്ത് എന്താ, നമ്മളിനിപ്പോൾ സംഘടനായ ജീവിതത്തിലേക്ക് പോവുക, നമ്മളൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുമ്പോൾ അതിന് പാലിക്കേണ്ട കാര്യങ്ങളായതൊക്കെ അതിപ്പോ തന്നെ പറയാ, ഇപ്പോൾ പറയാൻ പറ്റൂല, അറിയാം ഇപ്പൊ തന്നെ പറയണ്ടേ. ഇപ്പൊ മാറ്റം വരുത്താൻ പറ്റിയ സന്ദർഭമാണ്. അതുകൊണ്ട് അതിന്റെ ശുറൂത്തുകൾ പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് സക്കരിയാസലായി അന്ന് തന്നെ ഈ ഷർത്തൊക്കെ പറഞ്ഞു, നമ്മളൊന്നും ഇതിൽ കുടുങ്ങൂലാഞ്ഞു, നിങ്ങളിതിൽ കുടുങ്ങിയതന്നെയാണപ്പോ. ഷർത്തില്ലാതെ തോന്നിയമാതിരി സംഘടന ഉണ്ടാക്കാന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ സംഘടനാ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ് ഈ ഷർത്തുകളൊക്കെ, അല്ലേ? നമ്മൾ സാമ്പത്തിക കൈകാര്യം ശ്രദ്ധിക്കണം, അല്ലേ? നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി ആകെ നമ്മളെ പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മളെ ദഅവത്ത്, ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലേ? അത് ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അത് നിശ്ചിത താല്പര്യമില്ലാത്തവർക്കൊക്കെ ആ ശുറൂത്ത് മനസ്സിലാകും. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ ഈ ശുറൂത്ത് വിഷയത്തെ നേരിട്ട ചില വൈരുദ്ധ്യം ആദ്യം ഞാൻ മലപ്പുറത്ത് പറഞ്ഞു. മലപ്പുറത്ത് പറഞ്ഞ എന്താ, നിങ്ങള് മലപ്പുറത്ത് നിന്ന് എനിക്ക് തന്ന കുറിപ്പാണ് ജനങ്ങള് മുസ്ലിം ഐക്യം പ്രസക്തിയും പ്രാധാന്യവും, എന്നിട്ട് ഐക്യത്തിന്റെ ഇസ്ലാമിക മാനദണ്ഡം, പിന്നെ ഭിന്നതയുടെ കാരണങ്ങൾ, അല്ലേ? എനിക്ക് അമീർ സലീം ഫോണിൽ വിളിച്ചു പറഞ്ഞു തന്നു, പിന്നെ രേഖയും തന്നു. പ്രമാണങ്ങളിലുള്ള അറിവില്ലായ്മ, തെറ്റിദ്ധാരണ, അനുകരണം,
പക്ഷപാതിത്വം, മൻഹജ് മസല മേഖല അറിവില്ലായ്മ, രഹസ്യ പ്രവർത്തനം, ശൂറയെ ലംഘിക്കൽ. അപ്പൊ ഞാൻ പക്ഷപാതിത്വം രഹസ്യ പ്രവർത്തനം കുറച്ച് നടപ്പാക്കി. അപ്പോഴത്തെ പക്ഷപാതിത്വം വരാതിരിക്കണമെങ്കിൽ എന്തുവേണം? സംഘടനയിൽ പക്ഷപാതിത്വം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഷർത്തുകൾ പാലിക്കണം. അല്ലെങ്കിൽ നമ്മളെ സംഘടനയിൽ എന്തുവരും? പക്ഷപാതിത്വം വരും എന്ന് ഞാൻ പറഞ്ഞു. അതായി വലിയ പ്രശ്നം. നമ്മൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ എന്തിനാ ഞങ്ങൾ ആ ഷർത്ത് പറഞ്ഞത്? അപ്പൊ ഞാൻ കത്ത് കൊടുത്തപ്പോ ഞങ്ങൾക്ക് ആർക്കും സലഫിമാക്കളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ സെറ്റപ്പിനെ പറ്റി യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് സംശയം നിങ്ങൾ ചോദിച്ചോ. ഫത്വ കിട്ടുന്ന കാലത്ത് ഫത്വ കൊണ്ടുവരി. അപ്പൊ ഖുർആനോട് സുന്നത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് നമ്മൾ ഒരുമിച്ച് പോവുക. അതും പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ അങ്ങനെ ഒരു ഒപ്പിട്ടിട്ടില്ല. ഞാൻ ആ യോഗത്തിന് കൂടി ഒപ്പിട്ടിട്ടുണ്ട്. യോഗത്തിന് ചെന്ന് ഈ ഒപ്പൊക്കെ മറ്റൊരു ഒപ്പിനൊപ്പിച്ച ഒപ്പിട്ട് പിന്മാറി ഒക്കെ മറ്റൊരു ഒപ്പിച്ച. ഞാനന്ന് യോഗത്തിന് ചെന്നപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്. അതിന് ശേഷം എടുക്കുന്ന എല്ലാ തീരുമാനം എനിക്ക് ഇതാണെന്നിട്ടാ ഞാൻ ഈ യോഗത്തിന് എത്തിയതിലേ തെളിവാണ്. അല്ലാതെ ഇനി എടുക്കാൻ പോണ തീരുമാനമൊക്കെ എനിക്ക് യോജിപ്പുള്ളതാണെന്ന് പറയാനല്ല. അങ്ങനത്തെ തീരുമാനം അവിടെ എടുത്തിട്ടുമില്ല. ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു, അത് ശരി തന്നെയാണ്. ആ ഒരുമിച്ച് പോണതിനെതിരാണോ സംഘടനയുടെ ഷർത്ത് പറയുന്നത്? അതുകൊണ്ട് പറഞ്ഞു ഇനി എവിടെ നിങ്ങൾ പറയരുത്. അത് കേട്ടാ സംഘടന വേണ്ടാന്നുള്ള മെസ്സേജ് ആളുകൾക്കൊക്കെ കിട്ടുക. അതുകൊണ്ട് ഇനി എവിടെ നിങ്ങളത് പറയരുത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കിതാബും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സലഫി ഉലമാക്കൾ പറഞ്ഞൊന്നും പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ ഞാൻ ഉമർ മുല്ലപ്പോളെ മാറി നിന്നോളാം. എനിക്കത് പറയണം. പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് 10 കൊല്ലം മറ്റൊരോട് യുദ്ധം ചെയ്ത്. ഇനി പെങ്ങളോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമല്ല. ഞാൻ മറന്നോളാം. അല്ലെ നമ്മൾ ജാതിനുള്ളിൽ നിന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരും. മറ്റൊരോട് യുദ്ധം ചെയ്ത പോലെ നമ്മൾ തമ്മിൽ യുദ്ധം വേണ്ട. ഞാൻ മാറി നിന്നോളാം. ഞങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങളെന്ന് പറഞ്ഞോളാം എന്നാണ്. മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞത് ശുറൂത്ത് പറയാൻ പാടില്ല. പറഞ്ഞാല് ആളുകൾക്ക് സംഘടന വേണ്ട എന്നുള്ള മെസ്സേജാ കിട്ടുക. പിന്നെ പറഞ്ഞെന്താ അറിയോ? സക്കരിയ സലാഹി പൊളിക്കൽ ഷർത്തൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പരെ കത്തെടുത്ത് നോക്കിയാൽ തന്നെ കാണാ ഇന്ത്യ രാജ്യത്ത് നടക്കൂല. അപ്പുറം മൂപ്പരെ മനസ്സിലുള്ളത് ഹറാമാന്നാണ്. പിന്നെ മൂപ്പര് പറയും ചെയ്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അത് നേർച്ചയിൽ അനാചാരം ഒഴിവാക്കണമായിരിക്കാണ്. ഒരിക്കലും നന്നാക്കാൻ കഴിയൂല സംഘടനയെന്നൊക്കെ. അത് കേന്ദ്രമനെ പറ്റി പറഞ്ഞത് പിടികൂട്ടി കണ്ടോ? അപ്പൊ എന്തായി? ഷർത്തൊക്കെ ഉണ്ട്, ഇന്ത്യയിൽ നടക്കൂല. അത് സക്കരിയ സലാഹിക്കും അറിയാന്നായി. പിന്നെ മൂന്നാമത്തത് അതിന് ആരാ കൂടെ ഷർത്ത് പാലിക്കാത്തത്? നമ്മളാ ഷർത്തൊക്കെ പാലിക്കുന്നുണ്ട്. ഇതിലേത് ഷർത്ത് നമ്മൾ പാലിക്കാത്തത്? ഈ ഷർത്തൊക്കെ നമ്മൾ പാലിക്കണതന്നെയല്ലേ? എന്നാ പിന്നെ പറയല്ലേ വേണ്ടത്? പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും. അപ്പൊ നിസ്കാരം എല്ലാം നമ്മളൊക്കെ ഇരിക്കണം. ഇയാളെന്താ നിസ്കാരത്തെ പറ്റി പ്രസംഗിക്കണത്? നിസ്കാരം എല്ലാം നിസ്കരിക്കണല്ലേ? ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കണം. നിസ്കാരത്തിന് തെറ്റുകളൊക്കെ വരും. നിസ്കാരം ശ്രദ്ധ കുറയും, ജമാഅത്ത് ശ്രദ്ധ കുറയും. അതുപോലെ ഈ ഷർത്തുകൾ പാലിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടോ? കഴിഞ്ഞകാല പ്രവർത്തനം എത്രത്തോളം നമ്മൾ പാലിച്ചിട്ടുണ്ട്? ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്ന് വിലയിരുത്താൻ അടുത്തേക്ക് പറയണ്ടേ? അതിനെ പറഞ്ഞതിന് കുറ്റം പറയേണ്ട ആവശ്യം. അപ്പൊ മൂന്നാമത്തെ പ്രതികരണതാണ്. പിന്നെ നാലാമത്തെ പറഞ്ഞ എന്താ അറിയോ? ഷർത്ത് ഉണ്ടാകണമെങ്കിൽ സംഘടന ആദ്യം ഇവിടെ ഉണ്ടാകണ്ടേ? ഒരാൾ നിസ്കരിക്കും, അത് നിസ്കാരം ഷർത്തര് നിസ്കരിക്കണ്ട. ഇവര് കൂടി ഒന്ന് തീരുമാനിച്ചു എല്ലായിടത്തും തന്നെ ഒരേ വാക്കാ പറയുന്നത്. അപ്പൊ നിസ്കരിക്കണമെങ്കിൽ ഷർത്ത് അറിയണത്. അത് ഷർത്തനുസരിച്ച് നിസ്കരിക്കണത്. പക്ഷെ ഷർത്തിന് എണ്ണം ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ. അതുപോലെ നമ്മളെ സംഘടന ഷർത്തനുസരിച്ച് തന്നെയാണ് പോണത്. ഷർത്ത് ഉണ്ടാക്കിയിട്ട് സംഘടന ഒന്നും പറയാൻ പറ്റില്ല. നാലാമത്തെ പ്രതികരണം. അഞ്ചാമത് എന്തായി? അങ്ങനെ ഷർത്തന്നല്ല, അത് അബദ്ധമാണ്, വങ്കത്വമാണ് എന്നൊരു കാസറ്റ് ഫോർവേഡ് ചെയ്യാം. 5 അഭിപ്രായമായി ഷർത്തിനെ പറ്റി. ഇതെന്തുകൊണ്ടാ വന്നത്? ഇതാണ് നസീഹത്തോടെ വിഷയം ചർച്ച ചെയ്യാതെ പൊളിറ്റിക്സിലേക്ക് ഇത് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇനി ആ പൊളിറ്റിക്സ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇത് ചർച്ചയാവില്ല. അതുകൊണ്ട് ചർച്ച ദീനിയായി, ചർച്ച നസീഹത്തോടെ. ഞാൻ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയല്ല. ഈ പ്രസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരുടെ കൂടെ പോരും വേണ്ട. നിങ്ങൾ ആരും ഞാൻ കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് നേതാവായി നിൽക്കാനും ഞാൻ തയ്യാറില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുക. സ്വതന്ത്രമായി തന്നെ നിൽക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്റെ പേരിൽ ആരും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാനത് ഉദ്ദേശിക്കില്ല. തുറന്നു പറയാൻ ഒരു ഗ്രൂപ്പിന് നേതാവായി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൂട്ടായ്മയെ ഭിന്നിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമല്ല. ഭിന്നിപ്പിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളാണ് ഞാൻ. പക്ഷെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ സലഫിയത്ത് മറച്ചു വെച്ച കുറ്റം നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തുറന്നു തന്നെ പോകണം. അതുകൊണ്ടാണ് സംഘടന വേണ്ടാന്ന് പറഞ്ഞ കുട്ടികളോട് ഞാൻ പറഞ്ഞ, കുട്ടികളെ സംഘടന ഹറാമാണ് നിങ്ങൾ പറയണ്ട. ആ വാദം എനിക്കില്ല. ഞാൻ പഠിച്ചെന്ന് മനസ്സിലാക്കിയത് സംഘടന ജായിസാണ് ഷർത്തോട് കൂടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയോ? നിങ്ങൾ ഈ ആശംസിച്ച് പ്രവർത്തിച്ചോളി. അല്ലെങ്കിൽ നിങ്ങൾ സലഫിയത്ത് പ്രചരിപ്പിച്ചോളി. നമ്മളോട് വിരോധമൊന്നുമില്ല. നിങ്ങൾ സംഘടന ഹറാമാന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ അഹ്ലുസുന്നത്ത് പുറത്താന്ന് നമുക്ക് അഭിപ്രായമല്ല. ഇതുപേര് പങ്കെടുത്തരകാലം അഹ്ലുസുന്നത്ത് പുറത്താന്ന് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. അപ്പം മുപ്പര് തീർക്കാരോണിച്ച് വന്നപ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ നിങ്ങളായിട്ട് പ്രവർത്തിച്ചോളി, നമ്മളതായിട്ട് പ്രവർത്തിച്ചോളാന്ന് ആ കുട്ടികളോട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്.
മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നസീഹത്തോടെയുള്ള ഒരു ചർച്ച ഇവിടെ നടക്കാൻ നമുക്ക് വേണ്ടത്. അതിന് തടസ്സമാണ് വ്യക്തിപരമായ കാര്യങ്ങളും സംഘടനാപരമായ വിശദീകരണങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് ഈ വിശദീകരണങ്ങളേക്ക് നടക്കുന്നത്. ഞാൻ ആ വിശദീകരണക്കാർക്കൊന്നും മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ മൂന്നാലാൾ വന്നിട്ട് ഒരാൾ കുറേ ഇങ്ങനെ പറയാ, മറ്റാളിനെ കുറേ പൊക്കുക, ഞാൻ അവസാനം തളർന്നു കരയാ, ഇങ്ങനെ പല നാടകങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. നസീഹത്തോടു കൂടി സക്കരിയാ സലാഹി പറഞ്ഞ വിഷയം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യാൻ വേണ്ടത്. സക്കരിയാ സലാഹി ശിയാഴ്ചത്തിലേക്ക് പോകാതിരിക്കട്ടെ, ദമ്മാജി ഭാഗത്തൊക്കെ ഒരുപാട് ശിയാക്കളുള്ള അല്ലാഹുത്തേക്ക് ശിയാഴ്ച പോകാം, നമുക്കറിയാം. പക്ഷെ ആ കൂട്ടായ്മയ്ക്ക് തിരിച്ചു കിട്ടട്ടെ വേറൊരാള്. ഇതൊന്നും കാര്യമില്ല. ഇത് നമ്മൾ വിഷയം ചർച്ചയ്ക്കെടുക്കണം. വിഷയം നസീഹത്തോടെ ചർച്ച ചെയ്യണം. ഞാൻ സംസാരിക്കുന്നത് സംഘടനകൾക്ക് അതീതമായി ഈ കേരളത്തിൽ അഹ്ലുസുന്നത്തിന്റെ ആദർശം പുലരണം, സലഫിയത്ത് പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു പ്രസ്ഥാനത്തിന് മാത്രമല്ല, അഹ്ലുസുന്നത്തിന്റെ ആദർശം സംഘടനകൾക്ക് വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഈ ആദർശം വെള്ളം ചേർക്കാതെ സുതാര്യമായി പറഞ്ഞു കൊടുക്കണം. പഠിക്കാൻ പോകുക, പഠിക്കാൻ എന്നാ പഠിച്ചു എന്നിട്ട് പറഞ്ഞാൽ പോരെ. പഠിച്ചതേ പറയുന്നുള്ളൂ, ഈ പഠിക്കാത്ത ഒരുപാട് കാര്യം പറയാണ്ട് അല്ലേ? നമ്മൾ സലഫിയമാക്കളിലേക്ക് മടങ്ങുക, ജായിബാബത്തിൽ മാത്രം മടങ്ങിയാൽ പോരല്ലോ. സംഘടനാ നേതാക്കൾ ഉലുൽ അംറാണ്, അവർക്ക് സമഉൻ തഅത്തും നിർബന്ധമാണ് എന്നർത്ഥം എത്തിയത്. നമുക്കൊന്ന് ചോദിക്കാം സലഫിയമാക്കളോട് ഒരു ചോദ്യം ചോദിക്കാം. അത്തിയുല്ലാഹു അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും എന്ന ഉലുൽ അംറപ്പെട്ടതാണ് പി കെ അഹ്മദ് നൂർഷിയൊക്കെ. അവർക്ക് സമം താഴ്ത്തു കൊടുക്കുക നിർബന്ധമാണ് എന്നാണല്ലപ്പാ പറഞ്ഞ്. കാരണം 35-നെതിരെ 36 വോട്ടുകൾ പോലും ജയിച്ചു. അപ്പൊ ഓന അവിടുത്തെ വലിയ പിന്നെ അമീറിനെ പറ്റിയുള്ള ഹദീസിലൊക്കെ ഉണ്ട്, അവൻ നിന്നെ അടിച്ചാലും ശരി, അവൻ നിന്നെ ഊരത്തിന് ഔട്ടിയാലും ശരി, നീ ക്ഷമിച്ചു നിൽക്കണം. പിന്നെന്തിനാ നമ്മൾ പുറത്തു വന്ന് APTP ഒക്കെ ഉലുല്ലംറല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ചോദിക്കുക. നമ്മൾ സലഫിയുടെ ഞാൻ ചേട്ടേ പറഞ്ഞു, സലഫിയുടെ മക്കളോട് ചോദിക്കാം, ഇവരൊക്കെ ഉലുൽ അംറാണോ? ആരാണ് ഉലുൽ അംറ്? സമ്മതാച്ചല്ല, ഭാഷാർത്ഥല്ല. കേൾക്കാൻ ഭാഷാർത്ഥല്ല, അത് ശറഇന്റെ വാക്കാ. അലൈക്കും ബിസ്സംഇ വത്താഅ, സമഉം തഅത്തും നിങ്ങൾക്ക് നിർബന്ധമാണ്. ആർക്കത്? ആരാ ഉലുൽ അംറ്? അമാനി മൗലവിയും മുബാറക് പൂരിയൊക്കെ ജനിക്കണതിന് മുമ്പ് ഇബ്നു അബ്ബാസ് മുതൽക്കുള്ള തഫ്സീർ ഉണ്ടല്ലോ, അത് നിർത്തി നോക്കിയാൽ നമ്മള്. ആരാ ഉലുൽ അംറ്? അൽ ഉലമാ വൽ ഹുക്കാം, ഭരണാധികാരികളും പണ്ഡിതന്മാരും. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിക ഭരണാധികാരി, ബയ്യത്ത് ചെയ്യപ്പെട്ട ഭരണാധികാരി, അതുപോലെ തന്നെ ശറ അനുസരിച്ചിരിക്കുന്ന പണ്ഡിതൻ, ഇവർ രണ്ടാണ് ഉലുൽ അംറ് എന്നാണ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. നമ്മൾ സലഫിയമാക്കളോട് ചോദിക്കുക. അപ്പൊ ഇവിടെ ചർച്ച ചെയ്താൽ ഏതായാലും ആവൂല, എത്ര ആളധികം ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ചോദിക്കുക, അവർ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് നസീഹത്തോടു കൂടി ഈ വിഷയങ്ങൾ ചർച്ചക്കെടുക്കണമെന്നാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അവരെ പ്രേരിപ്പിക്കേണ്ട അതിനാണ്. വിശദീകരണ യോഗങ്ങൾ എത്ര നടത്തിക്കോളി, അതിനൊന്നും മറുപടി പറഞ്ഞ് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ മറുപടി പറഞ്ഞ് ഈ വിഷയം തെന്നി വേറൊന്നിലേക്ക് കൊണ്ടുപോകാൻ മറ്റേ കോൺഗ്രസ് ശ്രമിച്ചതുപോലെ ശ്രമിച്ചാൽ അതുകൊണ്ട് ഈ സലഫി കേരളത്തിനൊരു ഉപകാരം ഉണ്ടാവില്ല. പറഞ്ഞ നമ്മൾ കുറച്ച് താഴോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഇതിന്റെ പേര് വലാവും ബറാവും പ്രഖ്യാപിച്ചിട്ടില്ല. അവരോടൊക്കെ ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അവരോടൊക്കെ പഴയതുപോലെ തന്നെ അവരൊക്കെ വിളിക്കാനും സലാം പറയാനും സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ആ വലാവും ബറാവും ഇതിന്റെ പേരിൽ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ ചർച്ചയിലും പറഞ്ഞതാണ്. വലാവും ബറാവും ഇതിന്റെ പേരിൽ പാടില്ല. പക്ഷെ വലാ എന്ന് പറഞ്ഞാൽ എന്താ? അണഞ്ഞ ബന്ധം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസികളായ സ്ത്രീകളും അവർ പരസ്പരം അണഞ്ഞ ബന്ധമുള്ളവരാണ്. മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള അണഞ്ഞ ബന്ധം. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ. സത്യനിഷേധികൾ കാഫിറുകളെ അണഞ്ഞ ബന്ധമുള്ളവരാക്കി വെക്കരുത്. ഇതൊക്കെ ഖുർആന്റേതാണ്. അപ്പൊ അണഞ്ഞ ബന്ധം നമുക്ക് സ്നേഹബന്ധം ഇസ്ലാമിന്റെ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക. ഇന്നങ്ങനെയല്ല. സംഘടനയ്ക്ക് വേണ്ടി സ്നേഹിക്കുക, സംഘടനയ്ക്ക് വേണ്ടി വെറുക്കുക. ഞാൻ എന്നോട് ചില ആളുകളൊക്കെ നിങ്ങളുടെ ഫോൺ ചെയ്യുക വേണ്ട, വിളിക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ. അവർക്ക് അവരോട് ചോദിക്കാനുള്ള എന്താ അറിയോ? നിങ്ങൾ എന്നെ സ്നേഹിച്ച സംഘടനയ്ക്ക് വേണ്ടിയാണോ? നിങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ എന്നെ സ്നേഹിച്ച അള്ളാഹ്ക്ക് വേണ്ടിയാണോ? ആ സ്നേഹത്തെ ഇന്നും നിലനിർത്തുന്ന ആഗ്രഹം. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന അള്ളാഹിന്റെ പേരിലാണ്. നമ്മളൊക്കെ സ്നേഹിച്ചത് അങ്ങനെ ആകണം. അപ്പോഴേ കൂലി കിട്ടുള്ളൂ. അല്ലെ? മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅസാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാൻ.
ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതെ തടഞ്ഞു വെക്കുകയും ചെയ്താൽ അവന്റെ ഈമാൻ പൂർത്തിയായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് അള്ളാന്റെ പേരിലുള്ള സ്നേഹം, അള്ളാന്റെ പേരിൽ വെറുപ്പും. അതിലേക്കാണ് നമ്മൾ വരേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കെന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ ഈ മൈക്ക് കെട്ടിയ പ്രസംഗം മാത്രമേ ദഅവത്താവൂന്ന് വിചാരിക്കേണ്ടതില്ല. അതിന് സൗകര്യമില്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യണം? അത് ചെയ്യണം. അതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നാം ഈ ദഅവ നടത്തണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ മുസ്ലിമീങ്ങളോട് എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യണം? തുറന്നു പറയണം. അവരതിലേക്ക് ക്ഷണിക്കണം. അവർക്ക് നല്ല കാസറ്റുകൾ കൊടുക്കണം, നല്ല പുസ്തകങ്ങളും ലഘുലേഖകളും കൊടുക്കണം. അങ്ങനെ ഈ ദഅവത്ത് വ്യക്തിബന്ധങ്ങളിലൂടെ നമുക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. സലഫിയത്തിന് എഡിഷനുകളില്ല. യമൻ സലഫി, തന്നെ സൗദി സലഫി, ഇമാറാത്ത് സലഫി, UK സലഫി, അമേരിക്കൻ സലഫി, ദമ്മാജ് സലഫി. ദമ്മാജ് എന്ന യമനിലൊരു സ്ഥല. അവിടെ സന്ന വേറുണ്ട്, ഹദറമൗത്ത് വേറുണ്ട്. ഒന്നും ആൾക്കാരില്ല. എന്തെന്നാ ഈ ദമ്മാജ്? ഈ ദമ്മാജ് എന്ന ആളാരാ? ഈ ദമ്മാജ് എന്തൊരു സാധനം തിരിയാക്കിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദമ്മാജ് എന്ന് പറഞ്ഞത് ഷെയ്ഖ് മുഖ്ബിലുൽ വാദഈ റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് അവിടെ ദാറുൽ ഹദീസിന്റെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. ഒരു ഗ്രാമപ്രദേശമാണ്. ലോകത്ത് നാനാഭാഗത്തും ആളുകളോട് പഠിക്കാൻ വരുന്നുണ്ട്. ഞാൻ അത്രേ കേട്ടിട്ടുള്ളൂ, ഞാനവിടെ പോയിട്ടില്ല. പോയ ആളുകളോടും വിശദമായി സംസാരിച്ചിട്ടില്ല. മുഖ്ബിലുൽ വാദഈയെ കുറിച്ച് കൂടുതൽ നിങ്ങൾ കേട്ടു. സാലിംക പറഞ്ഞു അല്ലേ? എന്ത് സാലിമിന്റെ ലേഖനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കൽ 2 ഷർത്തോട് കൂടി ജായിസാണെന്നാണ്. ആര് പറഞ്ഞത്? ദമ്മാജിലെ സലഫി ദാറുൽ ഹദീസ് സ്ഥാപിച്ച മുഖ്ബിലുൽ വാദഈ. അവിടെ ഇവിടെ പരിചയപ്പെടുത്തിയ മൂപ്പരില്ല. 2 വഞ്ചിയെന്ന് അനസ് കളിയാക്കി. കുളിന്റെ ഷർത്ത് എത്രേ? 2. ജിന്നോട് സഹായം ഷർത്ത് എത്രേ? 2. കളിയാക്കിയില്ലേ? അപ്പൊ ആ മുഖ്ബിലുൽ വാദഈ സ്ഥാപിച്ചതാണ്. ആ മുഖ്ബിലുൽ വാദഈന്റെ പുസ്തകമാണ് അനസും അനീഫയും മജീസലായി ഇറക്കേണ്ട ഒരു എഴുതി തയ്യാറാക്കി KJUന് കൊടുത്ത് അതിൽ ഒരു സലഫിയത്തിന്റെ വലിയ തെളിവായിട്ട് കൊടുത്ത് റുദൂദു അഹ്ലി സാഇനീന അലാ ഹദീസ് സിഹർ. സിഹറിന്റെ ഹദീസിനെ എതിർക്കുന്നവർക്കുള്ള മറുപടികൾ റഷീദുള്ള സലഫി അല്ലാന്ന് സ്ഥാപിക്കുന്ന പുസ്തകം. അത് ഫോട്ടോകോപ്പി എടുത്തുകൊണ്ടാണ് അനീഫി അനസ്വാരി കൊടുത്ത് KJUനുണ്ട്. മുഖ്ബിലിന്റെ പുസ്തകം, ദമ്മാജ് സലഫികളെ നേതാവിന്റെ പുസ്തകം. ഇപ്പൊ ദമ്മാജ് അറിഞ്ഞാണ്ട് ദമ്മാജിലെ ഒരു കവിനെ കുറിച്ച് മജീസലായി പഠിച്ച് അയാളത് അഞ്ചല സമ്മേളനത്തിൽ, ഗുണ്ടാ സമ്മേളനത്തിൽ പ്രസംഗിച്ച് ആ പത്രമത്തേക്ക് എന്ത് തിരക്കടില്ലല്ലോ. നമ്മൾ ദമ്മാജ് നമ്മളും പറയാം. അതിപ്പോ ചിലർക്ക് ദമ്മാജ് നമ്മളും പറയാം. എല്ലാവരും ഒന്ന് പറയും. പുകമറ ഉണ്ടാക്കണ്ട. എന്താ ദമ്മാജ് എന്ന് പറഞ്ഞെടുക്കുക ആളുകൾക്ക്. എന്താ ദമ്മാജിലെ സലഫിയുടെ പ്രത്യേകത? എന്താണ് അവർക്ക് ഇസ്ലാമിലില്ലാത്ത വാദമുള്ളത്? പറഞ്ഞു കൊടുക്കണ്ടോ? നമുക്ക് ദമ്മാജ് സലഫികളോടോ സൗദി സലഫികളോടോ UK സലഫി ആരോടും പ്രത്യേകമായിട്ട് എന്തില്ല, ഒരു തഖ്ലീദും ഇല്ല. തെളിവിനനുസരിച്ച് ആര് പറഞ്ഞാലും സ്വീകരിക്കും, ആര് തെളിവിനെതിരെ പറഞ്ഞാലും തള്ളിക്കളയും. അതാ നമ്മളെ നിലപാട്. മനസ്സിലായില്ലേ? അതിന് പുകമറ ഉണ്ടാക്കൽ, അതാണ് ഹിസ്ബിയത്ത്. സംഘത്തിനു വേണ്ടിയാണല്ലോ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്. സംഘത്തിന് വേണ്ടി സത്യം മറച്ചുവെക്കൽ അത് ഹിസ്ബിയത്താണ്. സംഘത്തിന് വേണ്ടി വിഷയം മറ്റിമറിക്കൽ അത് ഹിസ്ബിയത്താണ്. സംഘത്തിന് വേണ്ടി സ്നേഹിക്കുക, സംഘത്തിന് വേണ്ടി വെറുക്കുക, അതെല്ലാം ഹിസ്ബിയത്താണ്. അതുകൊണ്ട് ഹിസ്ബിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്കിനിയും പഠിക്കാനുണ്ട് എന്നൊരറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഏത് ചോദ്യം ചോദിച്ചാൽ അപ്പം മറുപടി അറിയണ ആദ്യ ആളുകളാണ്. ആളുകൾക്കൊക്കെ ഇത്രയൊക്കെയായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞ വലിയ കാര്യമാണ് ഹാക്കിമീയത്തിനെ പറ്റി ചോദിച്ചിട്ട് അയാൾ അറിയില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ വിഷയം പഠിച്ച ആളല്ല. പിന്നെ വേങ്ങരയിൽ നമ്മളെ ഫൈസൽ മുസ്ലിയാര് കണ്ടെത്തി കൊണ്ടുവന്ന ഒരു മദീനി കുറെ കാലം അവിടെ ക്ലാസ് എടുത്തിരുന്നു. അയാൾ കുട്ടികളുടെ അടിയിലൊക്കെ ഹാക്കിമീയത്തിനെ പറ്റി സംസാരിച്ചിരുന്നു. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ചില കുട്ടികൾ അയാളോട് പോയിട്ട് സംസാരിച്ചു. അപ്പൊ ഹാക്കിമീയത്ത് വിഷയത്തിൽ കേരളത്തിലെ സലഫികൾ പറയുന്നത് ഗൾഫിലെ സലഫി ഉലമാക്കൾ പറഞ്ഞതിനെതിരാണ്. മനസ്സിലായില്ലേ? ഈ ഡെമോക്രസി, ജനാധിപത്യത്തെ പറ്റിയൊക്കെ പറയുന്നത് നമ്മൾ കേരളത്തിലെ സലഫി ഉലമാക്കൾ പറയുന്നതും ഗൾഫിലെ സലഫി ഉലമാക്കൾ തമ്മിൽ എതിരാണ് എന്ന് പറഞ്ഞു. അത് തന്നെ നമ്മുടെ സാജിദ് എന്ന് പറയുന്ന ഷരീഫ് കരുവാരത്തിന്റെ മോന് അദ്ദേഹം പറഞ്ഞു, ഹാക്കിമിയത്ത് വിഷയത്തിൽ ജമാഅത്തിനെ വിമർശിച്ച് നമ്മൾ കുറച്ച് അപ്പുറം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ വിഷയം പഠിക്കേണ്ടതാണ്. അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല, ശരിയാണെന്ന് പറഞ്ഞ് എനിക്ക് പഠിക്കണം. ഗൾഫിലെ സലഫി ഉലമാക്കൾക്ക് ആ വിഷയത്തിൽ നമുക്കില്ലാത്ത വാദമുണ്ട്, നമുക്ക് തെറ്റുപറ്റി എങ്കിൽ അത് പഠിക്കണം. സാലിം എൽമി തന്നെ യോഗത്തിൽ വെച്ച് പറഞ്ഞു സാലിം ഫൗസാൻ ഒരു ഹാക്കിമിയത്ത് തെറ്റുപറ്റിയില്ല. അപ്പൊ പഠിക്കണ്ടേ?
ഇത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള വലിയ കുറ്റം. പഠിക്കാന്ന് പറയുന്നത് ഉമർ മൗലവി പറഞ്ഞ് വെപ്പെങ്കിൽ എത്തിച്ചാൽ ഇനി ഉമർ മൗലവി പഠിച്ചതിന് അപ്പുറം ആരും ആത്മീയത്തിനെ പറ്റി പഠിക്കാൻ പാടില്ല. എന്താ പോലെ വാദം? ഉമർ മൗലവി പറഞ്ഞതിനെ മുഴുവൻ ഞാൻ പഠിച്ചിട്ടില്ല. കാരണം നമ്മൾ സ്പെഷ്യലൈസ് വിഷയമല്ല അത്. ഹാക്കിമീയത്തിനെ പറ്റി ജമാഅത്തിലുള്ള പൊതു തെറ്റുകൾ നമുക്കറിയാം. തൗഹീദുൽ ഉലൂഹിയ, റുബൂബിയ, അസ്മാ സിഫാത്ത്. നാലാമതൊരു തൗഹീദുൽ ഹാക്കിമിയ, അത് പറയാൻ പാടില്ല. അത് റുബൂബിയത്തിൽ തന്നെ വരുന്ന കാര്യമാണ്. പിന്നെ അതിൽ എത്രത്തോളം സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തെറ്റ് പറ്റിയിട്ടുണ്ടോ? പഠിച്ചിട്ടേ ഞാൻ പറയുള്ളൂ. കണ്ടോ, അയാൾ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് കുട്ടികൾക്കൊക്കെ ജമാഅത്തിന്റെ വാദ ശരിയും തോന്നി. 2 കുട്ടികൾക്ക് ജമാഅത്തിന്റെ പള്ളി പോകാൻ തുടങ്ങി. എന്തൊരു ആപത്താണ്. ഇപ്പൊ പഠിക്കണം എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരും അന്ന് ഇൽമു ഉയർത്തപ്പെടും. അവസാന കാലത്തിന്റെ അടയാളം പറഞ്ഞതാ. ഇൽമു ഉയർത്തപ്പെടുകയും ജഹിൽ നാട്ടിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. എങ്ങനെ ഇൽമിനെ ഉയർത്തപ്പെടുക? റസൂൽ പറയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅ. ഇൽമിനെ എന്ന സാധനത്തെ അല്ലാഹു ഊരിയെടുക്കല്ല. യന്തസിഉ മിനൽ ഇബാദ് വലാകി യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. ഇൽമുള്ള ഉലമാക്കൾ അല്ലാഹു പിടിച്ചെടുക്കും. ഉലമാക്കൾ മരിച്ചു കണ്ടോ. ഹത്താ ലം യദാലം യുബ്ഖി ആലിമൻ. അല്ലാഹു ഒരു ആലിമിനെയും ബാക്കിയാക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത്തഖദന്നാസ് റൂസൻ ജുഹാല. ജനങ്ങൾ വിവരമില്ലാത്തവരെ നേതാക്കളാക്കും. ഫസുഇലു, അവരോട് ചോദിക്കപ്പെടും. ഫഅത്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അവർ ഫത്വ കൊടുക്കും. ഫളല്ലു വഅളല്ലു, അവർ പേക്കും, അവർ ജനങ്ങളെ പേപ്പിക്കും. ആ അവസ്ഥയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ചോദിച്ചതിനൊക്കെ അരജിപ്പുറത്ത് മറുപടി പറഞ്ഞ മാതിരി പറയുന്ന ആളല്ല ഞാൻ. മനസ്സിലായില്ലേ? ഇമാം മാലിക്കിനോട് ചോദിച്ചു. ഇപ്പൊ പല ചോദ്യങ്ങളും ഇപ്പൊ ലാദ്രിയിലാണ്. നിങ്ങൾ മദീനത്ത് ഇമാം പറ്റി ലാദ്രി വരെ നിങ്ങൾക്ക് നാണമല്ലേ? വേറൊരു താബി പണ്ഡിതനാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് ലാദ്രി പറയാൻ മതി വെച്ചപ്പോ മലക്കുകൾക്ക് വരെ മടി ഉണ്ടായില്ല. ലാ ഇൽമല്ലനാ ഇല്ലാമ എല്ലംതനാ. മലക്കുകൾ വരെ ആൾക്കാരോട് പറഞ്ഞു പഠിച്ചാൽ ഇജ്ജ് പഠിപ്പിച്ചാൽ ഇതെന്തിനാ ഞാൻ പഠിക്കണത്? അപ്പൊ അതുകൊണ്ട് ചോദിച്ചാൽ നമുക്കൊക്കെ അറിവുകളുടെ ഒരുപാടുണ്ട്. സക്കരിയാത്തലേക്ക് ഇനി എന്താ പഠിക്കാൻ പോകാനുള്ളത് എന്നൊക്കെ ചില ആൾ ചോദിക്കണേ. എനിക്ക് അറിവുകളുണ്ട്, എനിക്കല്ലേ കൂട്ടരെ അറിയാം. എനിക്ക് പഠിക്കണം എന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കണം. പഠിക്കാനല്ലേ എനിക്ക് നമ്മളൊക്കെ വരണം. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഹാക്കിമിയത്ത് വിഷയമായാലും പല വിഷയങ്ങളെ പറ്റിയും നമുക്കിനി കൃത്യത കിട്ടേണ്ടതുണ്ട്. ഇനി നമ്മൾ കൃത്യമായ സലഫിയത്ത് ജനങ്ങളോട് പറയണം. ഇനി കേരളത്തിൽ പ്രതീക്ഷയുള്ള വലിയൊരു കൂട്ടായ്മ നമ്മൾ മാത്രമാണ്. നമ്മൾ ഈ സെറ്റപ്പുമ്മ തട്ടിത്തടഞ്ഞ് അങ്ങേ വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഇതും കൊളാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് കറക്റ്റായ സലഫിയത്തിലേക്ക് വരണം. അതിന് പഠിക്കണം, പഠിക്കാൻ അവസരമുണ്ടാക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് വേങ്ങരയിൽ ഈ പറഞ്ഞ മദീനി അത് പറഞ്ഞപ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞിരുന്നതൊക്കെ നമ്മുടെ ദൗറിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനതിനെപ്പറ്റി ദീർഘമായി സംസാരിക്കുന്നില്ല. പിന്നെ ഞാൻ പിരിവിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ആക്ഷേപമുണ്ട്. ഈ പുസ്തകമുണ്ടല്ലോ ദമ്മുൽ മസ്അല, പിരിവിനെ ആക്ഷേപിക്കുന്ന പുസ്തകമാണ്. മസ്അല ചോദിക്കൽ, യാചിക്കൽ, യാചനയെ എതിർക്കുന്ന പുസ്തകമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിരിവ് നടത്തുന്നവരാണ്. അതൊക്കെ അതിൽ യാചനയിലേക്ക് വല്ലതും പോകുന്നുണ്ടോ എന്നൊരു വീണ്ടും വിചാരം നമ്മൾ നടത്തണം എന്ന് മാത്രം എനിക്ക് അതിനെപ്പറ്റി പറയാം. ഈ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ അന്ന് പെരിന്തൽമണ്ണ വെച്ച് പറഞ്ഞത് നമ്മൾ യാചന സംഘടനക്ക് വേണ്ടിയാവും നമ്മൾ യുദ്ധത്തിന് കുറവ് തന്നെയാണ്. സംഘടനക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ശരി അംസാക്ക എന്താ നിങ്ങൾ 1000 തന്നാൽ മതി, 2000 തരി എന്ന് പറഞ്ഞ് നമ്മൾ കയ്യേറ്റുകയാണല്ലോ. ഞങ്ങളെ നാട്ടിൽ കുറച്ചാളല്ലേ ഉള്ളൂ, നിങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞാൽ പള്ളി നടക്കുക, നിങ്ങൾ നിർത്താൻ എനിക്ക് കേസിലൊക്കെ കയ്യെത്ത്. ആ രീതിയിലൊക്കെ നമ്മൾ പിരിക്കല് ഞാനടക്കമുള്ളവര്. അത് ചിലപ്പോൾ പള്ളിക്ക് വേണ്ടിയാകാം, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയാകാം, പാവപ്പെട്ടവർക്ക് വേണ്ടിയാകാം, സംഘടനാ പ്രവർത്തകന് വേണ്ടിയാകാം, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയാകാം, ഒക്കെ ആവാം. അത് ഞാനും പിരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ പിരിച്ചിട്ടുണ്ട്. ആ പിരിവിന്റെ കാര്യത്തിൽ നമുക്ക് വല്ല അബദ്ധം പറ്റുന്നത് നമ്മൾ ആ വിഷയം ചർച്ചയ്ക്കാം. അപ്പളത്തിന് സക്കരിയ സലായി പണ്ട് അവർക്ക് വേണ്ടി പിരിച്ചിട്ടില്ലേ, സക്കരിയ സലായി ഇവർക്ക് വേണ്ടി പിരിച്ചിട്ടില്ലേ? ഞാൻ പിരിച്ചിട്ടുണ്ട് സഹോദര. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണ്ടാ. എനിക്കും അബദ്ധം പറ്റിക്കൂടെ? ഞാൻ ഇന്നലെ വരെ പറഞ്ഞേ അല്ലേ, ഇന്നാ ഇയാൾ മുമ്പ് പറഞ്ഞുകൂടായിരുന്നത്. എന്നാ സുന്നിയോട് പറയാ, പൈസകൾ കിട്ടുവാകുമ്പോ ഇയാളല്ലേ ഇവിടെ നിന്ന് മൗലൂദ് ഓതിന്ന്, ഇപ്പൊ ഇയാൾ പറഞ്ഞ തെറ്റാ, ഇയാൾ എന്താ അങ്ങനെ എന്ന് സുന്നിയോട് പറയലുണ്ട്. സുന്നി മുജാഹിദാവുമ്പോ അജാതി വർത്താനല്ലേ. അപ്പൊ ഒരു കാര്യം മനസ്സിലാവുമ്പോഴല്ലേ നമ്മൾ പറയാ. അവിടെ ദമ്മുൽ മസ്അല നമ്മളൊന്ന് പഠിക്കുക. മുഹമ്മദ് വാദയിന്റെ ബുക്കാണ്. ദമ്മാജി സലഫികളുടെ നേതാവ് നമ്മളെ ഇദ്ദേഹം പറഞ്ഞേ, അംഗീസാരിക്ക് പറഞ്ഞേ മുഹമ്മദ് വാദയിന്റെ ബുക്കാണ്. ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം, മുഹദ്ദിസാണ് അദ്ദേഹം.
ലോക സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ബുക്കാണ്. അത് നമുക്കൊന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം തീർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ എതിർക്കുന്നു, കുറെ കുട്ടികൾ പഠിപ്പ് നിർത്തി, അറബിയിൽ ഖുത്ബ നടത്തണമെന്ന് പറയും. ഇങ്ങനെ പുതിയ ആരോപണങ്ങൾ, ഈ വക ആരോപണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അവർ പുതിയത് ഉണ്ടാക്കട്ടെ, അവരുടെ ആ ആരോപണം കൊണ്ട് കുഴക്കും. നമ്മളാരും ഇവിടെ വിദ്യാഭ്യാസം എതിർത്തിട്ടില്ല. പക്ഷെ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ സംസ്കാരം നിലനിർത്തണം. ഞാൻ പണ്ടേ പറയുന്നുണ്ട്, പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഏതോ വയറൽ കോളേജിലോ എവിടെയൊക്കെ കൊണ്ടുപോയി ചേർക്കും. എവിടെ പഠിക്കണമെന്നും കൂടി അറിയില്ല. കുട്ടികൾ നേരം പഠിക്കുമ്പോൾ ഇറങ്ങും, ഏതോ ബസ് കയറും, വൈകുന്നേരത്തിന് വന്നിറങ്ങും. അങ്ങനെ കുട്ടികളെ പുറത്തുവിടാൻ നമ്മൾ അനുവാദം ഉണ്ടോ? എവിടെ മയമക്കങ്ങൾ കുട്ടി പഠിക്കണേ? എവിടെ എന്നല്ല, കോഴിക്കട ബസ് സ്റ്റാൻഡിൽ അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ എന്താ കമ്പ്യൂട്ടർ സയൻസ് എനിക്കൊന്നും അറിയില്ല, ഞാൻ 300 ചോദിച്ചാൽ 300 കൊടുക്കും, 500 ചോദിച്ചാൽ 500 കൊടുക്കും, രാവിലെ ഫോണാണ് കുട്ടി പുറപ്പെട്ട് വൈകുന്നേരത്തിന് ഏറ്റവും ഞാൻ ജോലി ചെയ്യും. ഇങ്ങനെ പെൺകുട്ടികളെ കയറി വിടാൻ പറ്റുമോ? ഈ ആൺകുട്ടികളെ അങ്ങനെ വിടാൻ പറ്റുമോ? എവിടെയാ പഠിക്കണമെന്നല്ല, എന്താ പഠിക്കണമെന്ന് അറിയില്ല, ഇഷ്ടംപോലെ പൈസ ഇങ്ങനെ കൊടുത്തിട്ട്. ഇപ്പൊ വിദ്യാഭ്യാസം വേണം, പക്ഷെ നമ്മുടെ സംസ്കാരം നശിക്കുന്ന വിദ്യാഭ്യാസമായത്. കുട്ടികളെ പല ഹോസ്റ്റൽ സ്കൂളൊക്കെ ചെന്നിട്ട് ചേർത്തിയിട്ട് കുട്ടി തിരിച്ചു വരുമ്പോഴൊക്കെ മുസ്ലിം അല്ലാതെ വരികയാണെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത്? അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ പറയണം. പിന്നെ അറബിയിൽ ഖുത്ബ നടത്തണം എന്ന് പറഞ്ഞു, ആരാ പറഞ്ഞത്, എവിടെയാ പറഞ്ഞതെന്ന് കൂടി ചോദിക്കും. അങ്ങനെ വാദമുള്ള ഒരാള് സുബൈർ മങ്കറിന്റെ കൂടെ ഉണ്ടായിരുന്നു, അരീക്കൂട്ടന്റെ ഒരാള്. മനസ്സിലായില്ലേ? ഖുർആൻ പരിഭാഷ പാടില്ല, മുസ്ലിം ലീഗ് ചേരൽ നിർബന്ധമാണ്, അതാണ് സെലഫിയത്ത്. ഈ കേരളത്തിലെ ജമാഅത്തുൽ സലഫിയ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗാണ്, അതിന്റെ നേതാവാണ് തങ്ങള് എന്നൊക്കെ പറയണേ ഒരാള് സുബൈർ മങ്കറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അപ്പൊ ആ ജാതി വാദങ്ങളൊന്നും എനിക്കില്ലാത്ത വാദം എങ്ങനെ തന്നെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അതിന് എന്താരോപണ പറയാൻ? സുഹൃത്തുക്കളെ, ഇതൊന്നും സെലഫിയത്തല്ല, ഇതൊന്നും ഇത് തനിച്ച ഹിസ്ബിയത്താണ്. ഈ ഹിസ്ബിയത്തെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. നമ്മൾ വിഷയങ്ങൾ പഠിക്കുക, പഠിക്കാൻ രംഗത്ത് വരിക. ഞാൻ ചർച്ചയ്ക്ക് വെച്ച വിഷയങ്ങൾ നസീഹത്തോടെ ചർച്ച ചെയ്യാം, അതേ എനിക്ക് പറയാനുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളാൻ അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ല, അത് നമ്മൾ ഒരുപാട് വിഷയത്തെ മറുപടി പറയുന്നുണ്ട്, ഒക്കെ കൂടി ഒന്നും പറയുന്നില്ല. അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. പ്രോക്കോണുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ യോഗത്തിൽ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ പഴയ സ്റ്റൈലാണ്. അതൊക്കെ നമ്മളൊന്ന് സെലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് മതി. പഴയത് അങ്ങനെ തന്നെ നമ്മൾ കോപ്പി അടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് പുറത്തേക്കിട്ട് ചർച്ചയാക്കിയപ്പോൾ വിശദീകരിക്കേണ്ടി വന്നതാണ്. അതിലൊന്നും എനിക്ക് യാതൊരു കടുപ്പെടുത്തമല്ല. അതൊക്കെ സെലഫി ഉലമാക്കൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തകരാറുമില്ല. പിന്നെ കാഫിർ രാജാക്കന്മാർക്ക് കത്തയച്ച് അത് അന്ന് അവിടുന്ന് തന്നെ എടുത്തിട്ടുണ്ട്. മുസ്ലിം രാജാക്കന്മാരല്ലത്. മുസ്ലിം ആയാൽ പിന്നെ രാജാവ്, പ്രജ, ഓർക്കൊക്കെ വേറെ വേറെ ദേവത്തില്ല, എല്ലാവർക്കും ഒരേ ദേവത്ത്. അബ്ദുറഹ്മാനിന്റെ പപ്പത്തിക്ക് ഇരിക്കും, ബിലാലിനും കുട്ടിക്കും വേറെ ദേവത്ത് ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഏർപ്പാടില്ല. മനസ്സിലായില്ലേ? ജമാഅത്തേര് ലയൺസ് ക്ലബിന് ജയൻസ് ക്ലബിന് പകരം ഫ്രൈഡേ ക്ലബ്ബ് തുടങ്ങിയ മാതിരി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. സമൂഹത്തിലുള്ള തരം പൊന്തലും തരം താഴ്ച നോക്കിയിട്ട് ആളുകൾ കാറ്റഗറി ചെയ്യേണ്ടതില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ VIP ഹജ്ജ് എന്നിട്ടുണ്ട്. നമ്മളൊക്കെ 2 ലക്ഷത്തിന് ഹജ്ജിനുണ്ടാവും പോലെ 5 ലക്ഷം 6 ലക്ഷത്തിനൊക്കെ നമ്മളെ CM മൗലവിയാണ് ആ ഹജ്ജ് ഗ്രൂപ്പ്. എന്താ ഹജ്ജ് ഗ്രൂപ്പിന്റെ പേര്? അത് കൊണ്ടുപോലുണ്ട്. ഒരു വലിയ ഹജ്ജ് ഗ്രൂപ്പ് എറണാകുളം. അപ്പൊ ബാബു സേട്ട് വന്നിട്ട് AP-നോട് പറഞ്ഞു, ഒരുപാട് മുതലാളിമാർ നല്ല പൈസ കൊടുത്ത് അവർ ചെയ്യാൻ തീയല്ല, അവരാ പൈസ കൊടുക്കണല്ലേ, നമുക്ക് ഹറമിന് മുമ്പ് തന്നെ സ്റ്റാർ ഹോട്ടലിൽ താമസാക്കാം, അങ്ങനെയും കൂടി ഒരു ഗ്രൂപ്പ് നമുക്ക് തുടങ്ങിയാൽ എന്താ? ഇതുവരെ കേനമറ്റ് ഇങ്ങനെ നടന്നോട്ടെ. ബാബുസേട്ടെ, ഇത് ദീനീ സംഘടന, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ കച്ചവടക്കാർക്ക് നടത്തണ മാതിരി നമുക്ക് നടത്താൻ പറ്റുമോ? നമ്മൾ ആളുകളെ കാറ്റഗറി ചെയ്യാൻ പറ്റുമോ? കേന്ദ്രമിന്റെ ഹജ്ജിൽ അത്യാവശ്യം പൈസ ഉള്ള LP സ്കൂൾ അധ്യാപകൻ ഒരു കുട്ടി വന്ന് ഓനും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അതാ നമ്മളെ ഹജ്ജിന്റെ രീതി. പറഞ്ഞ നമ്മളെ തത്വം. ആളുകളെ തരം പൊന്തിയും തരം താങ്ങും വെച്ചിട്ട് കാറ്റഗറിസിൽ മതസംഘടനകൾക്ക് പാടില്ല. നാട്ടിൽ പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പോലെ പൈസ കിട്ടാൻ വേണ്ടി പോലെ വേറെ കിട്ടും, ഓക്കെ ഗെറ്റ് ടുഗദർ വെക്കും, പോലെ ഫോട്ടോ എടുക്കും. മനസ്സിലായില്ലേ? അതൊക്കെ ഓലക്ക് ഒപ്പിച്ച് നിന്നിട്ട് ഓല പൈസ എടുത്ത് കുടുങ്ങാൻ വേണ്ടി അങ്ങനെ പഴയ പരിപാടി. അതൊന്നും ദീനീ സംഘടനകൾക്ക് ചേർന്നതല്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് തെറ്റിടോ തിരുത്താം, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നസീഹത്തോടു കൂടിയുള്ള ചർച്ച ഈ വിഷയങ്ങളെ പറ്റി നടക്കേണ്ടതുണ്ട്. സലഫിയത്തോടെ പുലർന്ന് കാണണമെന്നൊരാഗ്രഹമല്ലാതെ മറ്റൊരു താല്പര്യം എനിക്കില്ല. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പേരിൽ ആരും ഇതിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും.